നിങ്ങൾ ആദ്യം ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കേ. ഹലോ ഹലോ, ആതിരയല്ലേ? ആന്നു, ആരായിരുന്നു? നിന്റെ മുല ഒന്ന് പിടിക്കാൻ വരുമോ? എന്താ? നിന്റെ മുല ഒന്ന് പിടിക്കാൻ വരുമോ? നിനക്ക് മുല മാത്രം മതിയോ? ബോറും വേണം. ഉണ്ടോ? ഉണ്ടേ. സോഷ്യൽ മീഡിയ വഴി പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പു കനൽസ് എന്നാണ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പേര്. ചേച്ചിയുടെ പേര് ആതിര എന്നാണെന്ന് തോന്നുന്നു. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ കുറെ കാലമായിട്ട് പലരും ആതിര ചേച്ചിയെ ഫോണിൽ വിളിച്ച് വൃത്തികേട് പറയുന്നു. പട്ടിക്കുഞ്ഞുങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ ചേച്ചി തന്നെ പബ്ലിക്കിൽ ഷെയർ ചെയ്ത നമ്പറിൽ വിളിച്ചാണ് ചില ഞരമ്പന്മാർ ഈ പരിപാടി ഒപ്പിക്കുന്നത്. കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഇവന്മാർ ആതിരയോട് സംസാരിക്കുന്നത്. ഈ വിളിച്ചവന്മാരുടെ കോൾ റെക്കോർഡൊക്കെ ചേച്ചി പുറത്ത് വിട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും എത്രത്തോളം വൾഗറായിട്ടാണ് ഇവർ സംസാരിക്കുന്നതെന്ന്. ഒരു സാമ്പിൾ ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. നിങ്ങൾ ആദ്യം ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കേ. ഹലോ ഹലോ, ആതിരയല്ലേ? ആന്നു, ആരായിരുന്നു? നിന്റെ മുല ഒന്ന് പിടിക്കാൻ വരുമോ? എന്താ? നിന്റെ മുല ഒന്ന് പിടിക്കാൻ വരുമോ? നിനക്ക് മുല മാത്രം മതിയോ? ബോറും വേണം. ഉണ്ടോ? ഉണ്ടേ. നീ എവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് ഈ നമ്പർ. ഇന്ന് വിളിച്ചവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. അപ്പൊ അവനെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈന്റ് റെസിപ്റ്റ് ആണിത്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇതായിരിക്കും എന്റെ മറുപടി. അവനെ കിട്ടുവാണെങ്കിൽ ബാക്കി ഫർദർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോ തന്നെ ചെയ്തിരുന്നതായിരിക്കും. കേട്ടല്ലോ, ഒരു പെണ്ണിനോട് പറയുന്ന വർത്തമാനമാണ് ഇതൊക്കെ. ആക്ച്വലി ഇതൊരു വെർബൽ റേപ്പ് ആണ്, ഒരു ക്രൈമാണ്. ഇത് ഇന്ന് എന്തെങ്കിലും തുടങ്ങിയൊന്നുമല്ല. കുറെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരുടെ അക്കൗണ്ടിൽ ഈ ടൈപ്പ് വീഡിയോകൾ വന്ന് തുടങ്ങിയിരുന്നു. അതായത് ആരൊക്കെയോ എന്നെ വിളിച്ച് അസഭ്യം പറയുന്നു, ഇവരെ കണ്ടുപിടിക്കാൻ എന്നെ നിങ്ങൾ സഹായിക്കണം, പോലീസ് മൈൻഡ് ആക്കാറില്ലെന്നൊക്കെ പറഞ്ഞ് ഇവർ ഇടയ്ക്കിടെ വീഡിയോകൾ ചെയ്യാറുണ്ട്. തെളിവായിട്ട് കോൾ റെക്കോർഡും വീഡിയോയുടെ കൂടെ ചേർക്കുകയും ചെയ്യും. ഇപ്പൊ വന്ന ആളുകൾക്ക് ഇവരുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ട് മടുത്തു തുടങ്ങി എന്ന് തന്നെ പറയാം. റീച്ചിന് വേണ്ടി കാണിച്ചു കൂട്ടുകയാണ് ഇതെല്ലാം എന്ന് വരെ പലരും പറയാൻ തുടങ്ങി. ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ അങ്ങോട്ട് ബ്ലോക്ക് ആക്കിയാൽ പോരെ? എന്തിനാണ് ഇതൊക്കെ നാട്ടുകാരെ അറിയിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള മറുപടി ഒരു വീഡിയോയിലൂടെ തന്നെ ആതിര ചേച്ചി നൽകിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ചേച്ചി തന്നെ പുറത്തു വിട്ടൊരു ഞെരുമ്പന്റെ കോൾ റെക്കോർഡ് ഒന്ന് കേട്ട് നോക്കാം. ഞാൻ ഫ്രീയാ, കാര്യം പറഞ്ഞു. ഇന്നലെ എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ പേഴ്സണൽ നമ്പറിൽ ഒരു കോൾ വന്നത്. ഇന്നലെ രാത്രി 8 മണി മുതലാണ് ആ കോള് വരാൻ തുടങ്ങിയത്. ഒരു സേട്ടായിയാണ് വിളിച്ചത്. സേട്ടായി വിളിച്ചിട്ട് ആദ്യം എന്നോട് സംസാരിച്ചത് ഹായ് എവിടാന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു വല്ല ഡോഗിന്റെ കാര്യത്തിന് വേണ്ടി ആയിരിക്കും ഞാൻ ആ കോൾ എടുത്തത്. അപ്പൊ എടുത്തപ്പോ സേട്ടായി എടുത്ത വഴി എന്നോട് പറഞ്ഞത് എന്റെ ഒരു വീഡിയോ കണ്ടിട്ട് സേട്ടായി ഞാൻ ആ വീഡിയോ ചെയ്ത ആളെ ഏതാണ്ട് സാധനം എന്റെ കാണിച്ചെന്നാണ് സേട്ടായി പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് പാനിക്കായിട്ട് ഞാൻ ആ ഒരു പോർഷൻ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കണ്ടിന്യൂസ് എന്നെ കിടന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ നമ്മുടെ കോൾ റെക്കോർഡ് ഓൺ ആക്കി. അപ്പൊ കോൾ റെക്കോർഡ് ഓൺ ആക്കുമ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ആ സേട്ടായി എന്നോട് ചോദിച്ചു നീ നിന്റെ മറ്റവനെ കേൾപ്പിച്ചു കൊടുക്കുമല്ലേ. ഈ കോൾ റെക്കോർഡ് ഓൺ ആയ സൗണ്ട് കേട്ടോണ്ട് തന്നെ ഈ സേട്ടായി എന്നോട് പറഞ്ഞു നീ എന്നെ ഫ്രീ ആകുമ്പോ അങ്ങോട്ട് വിളിക്കുന്നേ. ഞാൻ വിളിക്കാത്തതിന് പുള്ളി പിന്നെയും എന്നെ റിപ്പീറ്റ് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കുന്നതാണ് ചേട്ടായി വിളിച്ച കോൾ ഹിസ്റ്ററിയെ. അപ്പൊ അതിനകത്ത് പുള്ളിക്കാരൻ വിളിച്ച ടൈമും എല്ലാം ഉണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള പുള്ളി എന്നോട് അതുവരെ സംസാരിച്ചുള്ള റെക്കോർഡിങ്സ് ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടിട്ട് വായേ. അത് നിങ്ങൾ എന്തോ സംസാരിക്കാനാണോ? അതങ്ങ് പറ. ഞാൻ ആരെയും കേൾപ്പിച്ചു കൊടുത്തില്ലല്ലോ. ഹലോ, എന്തുവായിരുന്നു കാര്യം? മിസ് കോൾ അടിക്കും. വിളിച്ചത് ആയിക്കോട്ടെ, ഫ്രീ ആവുമ്പോൾ വിളിക്കാൻ പറ്റില്ല. ഞാൻ ഫ്രീയാ, കാര്യം പറഞ്ഞു. പറയുന്നത് ക്ലിയർ അല്ല. എന്താ? നീ ഫ്രീ ആവുമെന്ന് വിളിക്കാം. ഞാൻ ഫ്രീയാ, കാര്യം പറഞ്ഞു. എന്താ? നീ വിളിക്കുകയാണ്, ഞാൻ നിങ്ങളല്ലേ വിളിച്ച് എന്തിനാ വിളിച്ചെന്നുള്ളതങ്ങ് പറ. നീ ഫ്രീ ആവുമ്പോൾ വിളിക്കുന്നത്. നീ ഇപ്പൊ കേട്ടിട്ട് തുടങ്ങി എനിക്കറിയാം. റെക്കോർഡ് ഓണായി കിടക്കുന്നോണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്റെ ഫോണിൽ റെക്കോർഡ് ഓണടാ അല്ലല്ലോ, ഓട്ടോമാറ്റിക്കലി ഓണടാ. അപ്പൊ നിങ്ങൾ ഈ വോയിസ് റെക്കോർഡ് കേട്ടല്ലോ. ഇത് കഴിഞ്ഞപ്പോ തൊട്ട് ഈ ചേട്ടാ കണ്ടിന്യൂസ് എന്നെ ഒരു 10 മണി വരെ ഈ ചേട്ടായി വിളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ടിനോട് കാര്യം പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു നിന്റെ നമ്പറിൽ നിന്ന് ബ്ലോക്ക് ആക്കുക. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവന്റെ ഫോണിൽ തന്നെ ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ചെയ്തപ്പോ ഈ ചേട്ടായി എന്നോട് എടുത്തതായി പറഞ്ഞത് നിന്റെ മറ്റവനുണ്ടല്ലോ, നിന്റെ മറ്റവനെ കേൾപ്പിക്കാൻ വേണ്ടിയല്ലേ നീ ഇത് റെക്കോർഡ് ചെയ്യുവാന്ന് എനിക്കറിയാം. പിന്നെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഷൗട്ട് ചെയ്തു ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും ഈ സേട്ടായി അവന്റെ നമ്പർ അല്ലാതെ എന്റെ നമ്പറാന്ന് ഓർത്ത് അവന്റെ നമ്പറിൽ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതോടെ വരെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ ഈ നമ്പർ സേവ് ചെയ്തപ്പോൾ ഞാൻ വാട്സപ്പിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോയും നമ്പരും ഉണ്ട്. അപ്പൊ ഈ ഫോട്ടോയും ഈ നമ്പരും ഞാൻ ഈ വീഡിയോ ഇടയിൽ വെച്ചിട്ടുണ്ട്. അത് എന്തിനാ വെച്ചതെന്ന് ചോദിച്ചാൽ ഈ ആളെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ നമ്പറോ ഈ ഫോട്ടോയോ ആളെ കണ്ടാൽ തിരിച്ചറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഈ വീഡിയോയുടെ അടി വന്ന് കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, സൈബർ സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഞരമ്പ് രോഗികൾക്ക് ഇതൊരു പാഠമായിരിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ സഹിതം വെച്ച് ചെയ്യുന്നത്. പുള്ളിക്കാരന്റെ ഭാര്യയും മക്കളും ഉണ്ടായിരിക്കാം, അവരുടെ കാണട്ടെ സ്വഭാവം എന്താണെന്നുള്ളത്. പിന്നെ നായ്ക്കുട്ടിയുടെ ആവശ്യത്തിന് വിളിക്കുവാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയുടെ അടിയിൽ നമ്പർ വെച്ചിട്ടുണ്ട്, ആ നമ്പറിൽ മാത്രം വിളിക്കുക. ഇതുപോലെ ഉള്ള കോളുകൾ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല. ഇനിയും ഇങ്ങനെയുള്ള ഞരമ്പന്മാരെ വിളിച്ചാൽ അവർക്കും ഇതൊരു പാഠമായിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ. ആദ്യമേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം 6 മാസം മുമ്പാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് പലരും തന്നെ ഇതുപോലെ വിളിച്ച് അശ്ലീലം പറയാറുണ്ടായിരുന്നു എന്നാണ് ആതിര പറയുന്നത്. അങ്ങനെ കോൾ വരുമ്പോഴെല്ലാം ആതിര എന്ത് ചെയ്യും, ഇതുപോലുള്ള ഓരോ വീഡിയോകൾ ചെയ്യും. അങ്ങനെ കുറെ വീഡിയോ ആയപ്പോ അത് കണ്ട് ആളുകൾക്ക് തന്നെ മടുപ്പായി. അതുവരെ ആതിരയെ സപ്പോർട്ട് ചെയ്തവർ തന്നെ പിന്നീട് സ്ഥിരം പരിപാടി ആയപ്പോ ആതിരയെ എതിർക്കാൻ തുടങ്ങി. ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തേക്ക്, മേലാൻ ഇനി ഈ കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്തേക്കരുത് എന്നും പറഞ്ഞ് പലരും കമന്റ് ചെയ്യാൻ തുടങ്ങി. എന്തായാലും അങ്ങനെയുള്ള ആളുകൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ആതിര ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും കേസ് കൊടുത്തതും എന്നെ വിളിച്ച ഒരാൾ വൃത്തിയോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ അതിനൊന്ന് ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ആ വീഡിയോയുടെ അടിയിൽ കുറച്ച് പേര് ഇല്ലാ കഥകളൊക്കെ എഴുതി വിടുന്നുണ്ട്. അതിനൊരു വ്യക്തത വരുത്തണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും, വേണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവേ. 10/10/2025 എന്നെ ഒരാൾ വിളിക്കുകയും എന്നെ കുറെ തെറി വിളിക്കുകയും ലൈംഗികമായി അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഞാൻ 15/10/2025 പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും 3 മാസമായിട്ടും ആ ഒരു കംപ്ലൈന്റ് യാതൊരു തര നീക്കുപോക്കുകളും വരാത്തതിനെ തുടർന്ന് ഞാനത് ലോങ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾക്കെതിരെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള കോളുകൾ വരാൻ തുടങ്ങിയത്. അപ്പൊ എന്റെ ഒരു സംശയം മാത്രമാണ്, അതായത് ആദ്യത്തെ വിളിച്ച ആ വ്യക്തിയും ഇപ്പം വിളിച്ച വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. കാരണം എന്നാന്ന് വെച്ചാൽ ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ്, അതിന് മുന്നേ എനിക്ക് ഇങ്ങനത്തെ യാതൊരു തര കോളുകളൊന്നും വരുന്നില്ല. ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ ഇങ്ങനത്തെ വൃത്തികെട്ട രീതിയിലുള്ള കോളുകൾ വരാൻ തുടങ്ങിയത്. വെറും എന്റെ സംശയം മാത്രമായിരിക്കും, എനിക്ക് ആ ഒരു കാര്യത്തിൽ നല്ല ക്ലാരിറ്റി ഇല്ല. അപ്പം ആദ്യത്തെ വീഡിയോയെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. ഞാൻ ഇപ്പൊ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് വന്നേക്കുന്നത്. 7/10/2026 അന്ന് മുതലാണ് എനിക്ക് ഇങ്ങനത്തെ വൃത്തികെട്ട രീതിയിലുള്ള കോളുകൾ വരാൻ തുടങ്ങിയത്. അന്ന് എന്നെ ഒരു വ്യക്തി വിളിക്കുകയും എന്നെ മോശമായി, അതായത് വൃത്തികെട്ട രീതിയിൽ എന്നോട് സംസാരിക്കുകയും എനിക്ക് ആ പുള്ളി പറഞ്ഞ കാര്യം നിങ്ങളോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ആ ഓഡിയോ കേട്ടിട്ടുണ്ടായിരിക്കും. തുടർന്ന് ഞാൻ അന്ന് വൈകിട്ട് തന്നെ പത്തനംതിട്ട സൈബർ സെൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുകയും അന്ന് വൈകിട്ട് തന്നെ ആ കംപ്ലൈന്റ് കൊടുത്തതിന്റെ റെസിപ്റ്റ് സഹിതം വെച്ച് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് 7/10 മുതൽ ഇന്ന് ഞാൻ 24-ാം തീയതിയാണ് ഈ വീഡിയോ ചെയ്ത്. 24-ാം തീയതി വരെ എനിക്ക് ഈ മോശമായ രീതിയിലുള്ള കോളുകൾ വരുവാണ്. ഒരു നമ്പറിൽ നിന്നല്ല, കണ്ടിന്യൂസ് എനിക്ക് പല നമ്പറിൽ നിന്ന്, ഒരു ദിവസം തന്നെ ഒരു 10-30 നമ്പറിൽ നിന്നാണ് എനിക്ക് കോൾ വരുന്നത്. ഇതെല്ലാം ഞാൻ ഈ സൈബർ സെല്ലുകൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ പുള്ളി സംസാരിക്കുന്ന ഓഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സൈബർ സെല്ലിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതീക്ഷ കിട്ടുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ ഉഴപ്പി വിടുകയാണ് ഈ കേസിനെ. തുടർന്ന് എനിക്ക് പിന്നീടും ഇതുപോലെ വൃത്തികെട്ട രീതിയിലുള്ള കോൾ വരാൻ തുടങ്ങി. ഞാൻ ആ നമ്പരും ഈ ഓഡിയോ ഈ സൈബർ സെല്ലിന് അയച്ചു കൊടുത്തു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും കിട്ടുന്നില്ല. അവർ പിന്നെ നമ്മളെ നിരാശപ്പെടുത്തിയാണ് വിടുന്നത്. തുടർന്ന് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കൊടുത്ത എല്ലാ കംപ്ലൈന്റ് വെച്ച് ഒരു അപ്ഡേഷൻ വീഡിയോ പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം മുതൽ എന്നെ വിളിച്ച് ഞാൻ ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എന്റെ ഫാദറിനെ, എന്റെ പപ്പായെ വിളിച്ചിട്ട് അവര് പറയാണ്, പോലീസുകാർ എന്ന രീതിയിലും വേറെ പലരെന്ന രീതിയിലും വിളിച്ചിട്ട് പറഞ്ഞു, വീഡിയോ ഡിലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അവളെ കൊല്ലും, നിങ്ങളുടെ ബിസിനസ് തകർക്കും, നിങ്ങളെ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല എന്ന രീതിയിലൊക്കെ കോള് വരാൻ തുടങ്ങി. ഇത് എന്നെ എന്റെ വീട്ടുകാരെ മാനസികമായി നല്ല രീതിയിൽ ബാധിക്കുകയും എന്റെ വീട്ടിലും പ്രായമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് നല്ല ഭയപ്പാടുണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ SP ഓഫീസിൽ ചെന്നിട്ട് SP-ക്ക് കംപ്ലൈന്റ് കൊടുത്തു. സൈബർ സെല്ലുകാർ ഈ കേസ് എന്റെ രീതി കൈകാര്യം ചെയ്യുന്നുള്ളതെന്ന് ഞാൻ SP-ക്ക് കംപ്ലൈന്റ് കൊടുക്കുകയും SP സൈബർ സെല്ലിനോട് സംസാരിച്ചപ്പോൾ സൈബർ സെല്ലിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് എന്നോട് സംസാരിച്ചു. അവർക്ക് 3 ദിവസം സമയം കൊടുക്കും, അവർ അന്വേഷിക്കാതിരിക്കുന്നതല്ല, അവർക്കൊരു 3 ദിവസം കൂടെ സമയം കൊടുക്കും, അവർ ആർക്കും ഈ നമ്പർ എല്ലാം കൊടുക്കും, അവന് റിക്വസ്റ്റ് കിട്ടിയാൽ അവർക്ക് ഇതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്തു. 3 ദിവസം ഞാൻ അവർക്ക് സമയം കൊടുത്തു. അന്ന് തന്നെ ഞാൻ വുമൺ സെല്ലിലും ഇതേ കംപ്ലൈന്റ് തന്നെ കൊടുക്കുകയും ചെയ്തു. ഞാൻ സൈബർ സെല്ലിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ മാതിരി രീതിയിലുള്ള കോൾ വരികയും ഞാൻ സൈബർ പോലീസിന്റെ എന്റെ ഫോൺ കൊടുക്കുകയും ചെയ്തു. അവർ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഈ നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്യാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. എനിക്ക് ഇതുവരെ വന്നുകൊണ്ടിരുന്നത് ജിയോ സ്പാം എന്ന് പറഞ്ഞൊരു ഐഡിയിലുള്ള നമ്പറിൽ നിന്നാണ് കോൾ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ എന്നോട് സൈബർ സെല്ലുകാർ പറഞ്ഞു അങ്ങനെയുള്ള നമ്പറുകളൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള ഒരു നമ്പറും എടുക്കാൻ പോയില്ല, എടുത്തിട്ടുമില്ലായിരുന്നു. പിന്നീട് അവർക്ക് മനസ്സിലായി ഞാൻ എടുക്കത്തില്ലെന്ന് കണ്ടപ്പോൾ അവർ നോർമൽ നമ്പർ, അതായത് ഒരു പേരും വരാത്ത നമ്പറിൽ നിന്ന് വിളിക്കുകയും അത് ഡോഗിനെ മേടിക്കുന്ന കസ്റ്റമർ എന്ന രീതിയിൽ വിളിക്കുകയും, ആദ്യം എന്നെ വിളിച്ചത് ഡോഗിനെ മേടിക്കുന്ന കസ്റ്റമറായിട്ട്, അതായത് ഡോഗിന്റെ കാര്യങ്ങൾ കുറച്ച് ചോദിച്ചതിന് ശേഷം പിന്നീടും വൃത്തികെട്ട രീതിയിലാണ് എന്നെ വിളിക്കുകയും ചെയ്തത്. അങ്ങനെ ഞാൻ പിന്നെ സൈബർ സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പല്ലവി തന്നെയാണ് എന്നോട് പറഞ്ഞത്, അവർ ഓരോ നമ്പറുകൾ വിളിച്ചുകൊണ്ടിരിക്കുക, അതായത് ഓരോ റിക്വസ്റ്റ് കൊടുത്തേക്കുന്നത്. ഞാൻ എന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞ് ഞാൻ ആത്മഹത്യ വരെ
ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എന്റെ മേൽ നടപടികൾക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ നടപടികൾക്ക് പൊക്കോളാം. കേസ് കൊടുത്തിട്ടും പോലീസുകാർ വേണ്ട നടപടികളൊന്നും എടുത്തില്ല എന്നാണ് ചേച്ചി പറയുന്നത്. പ്രത്യേകിച്ച് സൈബർ സെല്ലുകാർ ഈ കേസിൽ നന്നായി ഒഴിപ്പിയെന്നും ചേച്ചി പറയുന്നുണ്ട്. സ്വാഭാവികം, അത് പിന്നെ അങ്ങനെയല്ലേ വരും. ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ അന്നും ഇന്നും എന്നും സൈബർ സെല്ലും പോലീസും ഇങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വലിയ സെലിബ്രിറ്റിയോ വല്ല ആവണം, എന്നാ പിന്നെ അവർ മര്യാദയ്ക്ക് അന്വേഷിച്ചെന്ന് വരും. അത്രേ ഉള്ളൂ. എന്തായാലും സൈബർ സെല്ലുകാർ ഈ ചേച്ചിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇങ്ങനെ വരുന്ന നമ്പറുകളൊക്കെ ബ്ലോക്ക് ചെയ്തേക്കാൻ. എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയ അപ്പൊ തന്നെ കോള് കട്ട് ചെയ്യുക, ബ്ലോക്ക് ആക്കുക. അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ഈ സംഭവം ഇങ്ങനെ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തിരുന്നത് അത്ര നല്ലതല്ല എന്നാണ് എന്റെ അഭിപ്രായം. 1-2 തവണ ഓക്കെയാണ്. എല്ലാവരോടും ഈ കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി വീഡിയോ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ പോലീസ് നടപടി എടുക്കുന്നില്ല, ആളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ഇത് പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ വിളിക്കുന്ന ആളുകൾക്ക് നല്ല ധൈര്യം കിട്ടും. എത്ര വലിയ വൃത്തികേട് പറഞ്ഞാലും പിടിക്കപ്പെടാൻ പോണില്ല എന്ന് അവർക്ക് മനസ്സിലാകും. സോ ഇങ്ങനെ വിളിക്കാനൊക്കെ പേടിയുള്ളവർ പോലും വിളിച്ച് വൃത്തികേടുകൾ പറയാൻ തുടങ്ങും. പിന്നെ ഒരു തരത്തിൽ നോക്കിയാൽ ഇത് നിങ്ങളുടെ ബിസിനസിനെയും ബാധിക്കാൻ സാധ്യതയും. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇടുന്നതും ഇടാത്തതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അത് നല്ല കാര്യമാണ്. റീച്ചിന് വേണ്ടി മാത്രം ഇങ്ങനെ വീഡിയോ ചെയ്യുകയാണെന്നുള്ളവർക്ക് ഒരു മറുപടി ആയല്ലോ. എന്തായാലും ഇതിന് ശേഷം ചേച്ചി പോലീസാണെന്നും പറഞ്ഞ ഒരു ഞരമ്പനെ വിളിച്ച് വിരട്ടുന്നുണ്ട്. പക്ഷെ അയാൾ അത് കൈയോട് തൂക്കി. സാധാരണത്തെക്കാൾ ഡബിൾ ഡോസിൽ വൃത്തികേട് പറയുകയും ചെയ്തു. നമ്മൾ എന്തായാലും ആ കോൾ റെക്കോർഡ് ഒന്ന് കേട്ടു നോക്കാം. എനിക്ക് ഇന്നലെയും കോള് വന്നു. അത് നോർമൽ നമ്പറിൽ നിന്ന് കോള് വന്നു. ഞാൻ കോൾ എടുത്തപ്പോൾ അവൻ ആ വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചത്. എന്നാൽ അവനൊന്ന് പേടിച്ച് പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ SP ആയിട്ട് വരെ അഭിനയിച്ചു നോക്കി. യാതൊരു കാര്യമില്ല, അവൻ അത് തന്നെയാണ് പറയുന്നത്. അതും വൃത്തികെട്ട രീതിയിൽ. ആ വോയിസ് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്ക്. ഹലോ, ഇതാരാ? ഹലോ, അത്രേ ഉള്ളൂ. നിനക്ക് SP തന്നെ വേണോ? നിനക്ക് SP തന്നെ വേണോ? നിനക്ക് SP തന്നെ വേണോ? ഇത് നീ കൂടുതൽ റൂമ്പിക്കല്ലേ, നീ തന്നെ സംസാരിക്കുന്നത്. നിന്നോടാണോ പറഞ്ഞത്? ഏതവനാടാ ഇത്? എന്താണ് പെണ്ണുങ്ങളെ വിളിച്ച് ശല്യം ചെല്ലുന്നത്? ആരുമല്ലേ സംസാരിക്കുന്നത്? SP കൊന്ന. നീ പറഞ്ഞ എല്ലാ റെക്കോർഡും നിന്നെ ഞാൻ അധികം താമസിയാതെ ഞാൻ പിടിക്കും കേട്ടോ. നിന്റെ പൂർവ്വം മോളെ കൊണ്ട് ഞങ്ങളെല്ലാം തടി വെച്ചിട്ട് പോടാ പരമാറി. പൂർണ്ണാർത്ഥം ഞാൻ വെള്ളം കെട്ടിക്കും. അപ്പം ഇന്നലെ എന്നെ വിളിച്ച ആളുടെ വോയിസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു തമിഴനായിട്ടാണ് തോന്നിയത്. അതായത് എന്നെ ആദ്യം വിളിച്ച ആളും ഇന്നലെ വിളിച്ച ആളുടെയും തമ്മിൽ വോയിസ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഇത് തോന്നുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ആദ്യം വിളിച്ച ആളുടെ വോയിസ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഹലോ, ആരായിരുന്നു? കോട്ടിലടിക്കാൻ കിട്ടാൻ. ഹലോ ഹലോ ഹലോ. നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം ഇത് രണ്ടും രണ്ടാളാണ്. എനിക്കും അത് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഒന്നൊരു മലയാളിയും ഒന്നൊരു തമിഴനുമാണ്. ഇത് രണ്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് രണ്ടും രണ്ടാളാന്നുള്ള രീതി. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് ഒരാളോ രണ്ടാളോ ഒന്നല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു പണിയാണ്. റാക്കറ്റ് പോലത്തെ ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് ഒരാൾ മാത്രമല്ല, ഒരാൾക്ക് മാത്രമായിട്ട് ഇത്രയും മൾട്ടിപ്പിൾ നമ്പറിൽ നമ്മളെ ഒരേ സമയം വിളിക്കാനും പറ്റത്തില്ല, ആ നമ്പറുകൾ അസാധുവാക്കി കളയാനും പറ്റത്തില്ല, ഡെയിലി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ഇത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു പണിയാണ്. ഒരു വലിയൊരു ക്രൈമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്റെ വാക്കുകൾ കൊണ്ടാണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഒരു പെൺകുട്ടിയെ അല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചാൽ ഈ പോലീസുകാർ എന്ത് ചെയ്യും? പോലീസുകാർ ഈ ഒരു കേസ് വെറും ഒരു എന്തുവാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വെറും ഒരു നിസ്സാരമായിട്ടാണ് അവർ കാണുന്നത്. ഇത് പോലീസുകാർ സീരിയസ് ആയിട്ട് എടുക്കുവായിരുന്നു. ഇതിനോടകം ഒരാളെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരെയും ഒന്നും പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഒരു കേസ് എന്നെ മാനസികമായി ഞാൻ 7-ാം തീയതി മുതൽ ഞാൻ ഇന്ന് ഈ 24-ാം തീയതി വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനും എന്റെ വീട്ടുകാരും സത്യം പറഞ്ഞ ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് സോഷ്യൽ മീഡിയ നോക്കാൻ പേടിയാണ്, ഫോൺ എടുക്കാൻ പേടിയാണ്. എന്നോട് പോലീസുകാർ പറഞ്ഞ ഫോൺ എടുക്കേണ്ട, സിമ്മ് കള അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കാം. എനിക്ക് എത്ര നമ്പർ കളയാൻ പറ്റുമോ എനിക്കറിയത്തില്ല, ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഡോഗിന് വരുന്ന കസ്റ്റമർ, അതാ കസ്റ്റമറോട് തന്നെ എനിക്ക് മോശമായ രീതിയിലാണ് എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നത്. ഇത് മറ്റേ വിളിക്കുന്നവനാണോ എന്നുള്ള രീതിയിലാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്റെ വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ എനിക്കിപ്പം പേടിയാണ്. എന്റെ വീട്ടുകാർക്ക് എന്നെ വെളിയിൽ ഇറക്കാൻ തന്നെ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. അവർ മാനസികമായി നല്ല രീതിയിൽ തളർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. അപ്പം അതുപോലെ ഇനിയും കുറെ ആൾക്കാർ വന്നിട്ടേക്ക് ഇവള് വൈറലാകാൻ വേണ്ടിയാണോ ഈ വീഡിയോ ചെയ്യുന്നത്? തീർച്ചയായും ഞാൻ വൈറലാകാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നാലാളെ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടിട്ടെങ്കിലും എനിക്കൊരു നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടിട്ടെങ്കിലും എവിടുന്നെങ്കിലും എനിക്ക് ഒരു നീതിയിലും തന്നാൽ മതി, അതായത് ഒരാളെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി. എനിക്കിനി ഈ കോളുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോകാൻ താല്പര്യമില്ല. ഈ കേസുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനും താല്പര്യമില്ല.
ഒരാളെയും പിടിച്ചിട്ട് ഇത് നിർത്തി തന്നാൽ മതി, ദേവി ചെയ്ത് എനിക്ക് അത്ര പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരാളല്ല, ഒരു കൂട്ടം ആളുകളാണ് ഇതിനെല്ലാം പിറകിലൊന്നും. അവർ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് തന്നെ വിളിച്ച് വൃത്തികേട് പറയുന്നത് എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. ഇങ്ങനെ വിളിക്കുന്നവരിൽ ഒരാളെങ്കിലും ഒന്ന് പിടിച്ച് കാണിച്ചു തന്നാൽ മതി. അതോടെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് താൻ നിർത്തുമെന്നും ഇവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അടുത്തൊന്നും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്താനുള്ള ഭാഗ്യം ഒന്നും ചേച്ചിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഞരമ്പന്മാരെ ഒന്നും പോരിച്ചു പൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതുപോലുള്ള വിഷയങ്ങളിൽ സോക്കോൾഡ് ഫെമിനിസ്റ്റുകൾക്കൊക്കെ ഇടപെടാമെന്നാണ് എന്റെ ഒരു ഇത്. വലിയ പൊട്ടും വട്ട കണ്ണടയും മൂക്കയറും ഒക്കെ ഇട്ട് നടക്കുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ, അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ വൈറലായ കേസുകളിൽ മാത്രം വന്നിരുന്ന് പ്രതികരിക്കാതെ ഇങ്ങനെ നീതി കിട്ടാതെ അറിയുന്ന സ്ത്രീകളെയും ഇടയ്ക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവട്ടെ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.